മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകളുടെ ഏറ്റവും കാതലായ സന്ദേശം ഒരു ഉടമ്പടി ബന്ധത്തിനായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, ഉടമ്പടി ബന്ധത്തിൽ ഇസ്രായേൽ ജനം വീഴ്ച സംഭവിച്ചപ്പോൾ, ഇടറിപ്പോയപ്പോഴൊക്കെ കർത്താവ് പറയാണ്, എനിക്ക് യൗവനത്തിൽ ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും. അത് ദൈവം തൻ്റെ ഉടമ്പടി ബന്ധത്തിൽ എന്നും വിശ്വസ്തനാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ ഉടമ്പടി ബന്ധത്തിൽ വിശ്വസ്തത ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ടതിൻ്റെ കാര്യമാണ് സുവിശേഷം വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധമാണ് ഒരു വിവാഹ ജീവിതം. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, വിവാഹത്തിൽ രണ്ട് പാർട്ടികളുണ്ട്. ഒരു പാർട്ടി എന്ന് പറയുന്നത് ദൈവമാണ്, ഉടമ്പടിയിൽ മറ്റൊരു പാർട്ടി ഭാര്യയും ഭർത്താവാണ്. അവർ രണ്ടുപേരും ഒന്നാണ്. അവർ തമ്മിലല്ല ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നത്, മറിച്ച് അവരിരുവരും ഒന്നായിരിക്കെ ദൈവത്തോടാണ് ഉടമ്പടി ബന്ധത്തിൽ, ദാമ്പത്യത്തിൽ അവരേർപ്പെടുന്നത്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോടാണ് ഉടമ്പടി ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ദാമ്പത്യ ബന്ധത്തിലുണ്ടാകുന്ന എല്ലാ ഉലച്ചിലുകളും, സ്നേഹത്തിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ചകൾ പോലും ഉടമ്പടി ബന്ധത്തിനെതിരാണ്, കവനന്റൽ റിലേഷൻഷിപ്പിനെതിരാണ്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വീഴ്ചയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ദാമ്പത്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും, വിവാഹ ജീവിതത്തിൽ സ്നേഹം വെറും ഒരു വൈകാരിക തലത്തിൽ മാത്രം കാണാതെ, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നാം എത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നു എന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അത് ഇന്നത്തെ രക്തസാക്ഷിത്വം നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ മരിയ മാക്സിമിലിയൻ കോൾബയാണ്. ഇതൊരു സുന്ദരമായ ജീവിതമാണ്. ഒരു വൈദികരായി ജീവിച്ചു, തന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ, മിഷണറി ജീവിതം വളരെ വിശ്വസ്തയോടെ ജീവിച്ച് അവസാനം നാസി ക്യാമ്പിൽ കിടക്കുന്ന സമയത്ത് ഒരു സഹോദരന് വേണ്ടി അവനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് കരയുന്ന സമയത്ത് പറഞ്ഞു, അവരെ വിട്ടേക്ക്, അവന് പകരം ഞാൻ മരിച്ചോളാമെന്ന്. ആലോചിച്ച് നോക്കിയേ, കുരിശിൻ്റെ സ്നേഹമാണ് അവിടെ. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് വിളിക്കുന്നത് വൈകാരിക വിഷയത്തെയാണ്. അതിനേക്കാൾ അപ്പുറം സ്നേഹം പോയില്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കില്ല. അതെന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ബലി കഴിക്കാൻ തയ്യാറാകണം. യഥാർത്ഥ ബലി ജീവിതമാണ് സ്നേഹജീവിതം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ബലിയിൽ പങ്കുചേരാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിത്യസ്നേഹത്തിൻ്റെ അനുഭവത്തിനായിട്ടാണ്, ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിനായിട്ടാണ് നമ്മൾ ബലിയിൽ പങ്കുചേരാൻ വന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ യഥാർത്ഥ ബലിജീവിതമാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ജീവിതം. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ ദാമ്പത്യത്തിൽ, എൻ്റെ വിവാഹ ജീവിതത്തിൽ യഥാർത്ഥമായ സ്നേഹം നിഴലിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് പരിശുദ്ധമായ സ്നേഹം എനിക്കുണ്ടെങ്കിൽ, ആ സ്നേഹത്തെ പ്രതി എല്ലാ ദിവസവും മരിക്കാൻ ഞാൻ തയ്യാറാകും. ചിലപ്പോൾ എൻ്റെ അഹങ്കാരത്തിലാകാം, എൻ്റെ സ്വാർത്ഥതയിലാകാം, എൻ്റെ ഇഷ്ടങ്ങളോടാകാം, എൻ്റെ ആഗ്രഹങ്ങളോടാകാം, എൻ്റെ അസ്വസ്ഥതകളോട്, എല്ലാത്തിനോടും മരിക്കാനുള്ള ഒരു തീരുമാനം കൂടി സ്നേഹത്തിലുണ്ട്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ കുരിശിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് കുരിശിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടും അവൻ സ്നേഹത്തിൽ വിശ്വസ്തത കാണിച്ചത്. നമ്മൾ ഇത്രമാത്രം അവിശ്വസ്തത കാണിച്ചിട്ടും ഈശോ കുരിശിൽ സ്നേഹത്തിൽ വിശ്വസ്തത കാണിച്ചു. ആ വിശ്വസ്തതയാണ് അനുദിന ജീവിതത്തിൽ പുലർത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിന് വിളിച്ച ദാമ്പത്യ ബന്ധത്തിൽ പുലർത്തേണ്ട വിശ്വസ്തത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വിശ്വസ്തതയാണ്. അപ്പോൾ കൂടെ താമസിക്കുന്ന വ്യക്തി നമ്മളെ മുറിപ്പെടുത്തുമ്പോഴും ഭാരപ്പെടുത്തുമ്പോഴും നമ്മളോട് അവിശ്വസ്തത കാണിക്കുമ്പോഴും സ്നേഹത്തിന്റെ മുറിവുകൾ സമ്മാനിക്കുമ്പോഴും നാം തിരിച്ച് സ്നേഹിക്കാനുള്ള തീരുമാനമെടുക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ പങ്കുകാരാണ്. അതാണ് കർത്താവ് ചെയ്തത്. ആദ്യമായി നമ്മളതാ വായിച്ച്, കർത്താവ് ചെയ്തെന്താ? ഒരു ജനത മുഴുവനും തെരഞ്ഞെടുക്കപ്പെട്ട ജനത അവിശ്വസ്തത കാണിച്ചപ്പോഴും, ഉടമ്പടി ബന്ധം തകർത്ത് ആ സ്നേഹത്തിൽ അകന്നപ്പോഴും
ദൈവം വിശ്വസ്തത പാലിച്ചു. ദൈവം ആ ഉടമ്പടി ബന്ധത്തോട് വിശ്വസ്തത പുലർത്തി. അപ്പൊ തമ്പുരാൻ നമ്മളോട് എന്നും വിശ്വസ്ത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ദൈവത്തോടെടുത്ത ഉടമ്പടി ബന്ധത്തിൽ ദൈവം എന്നും എക്കാലവും വിശ്വസ്തനാണ്. നമ്മളാണ് നമ്മുടെ വിശ്വസ്തതയിൽ കുറവ് സംഭവിക്കുന്നതും, നമ്മുടെ സ്നേഹത്തിനാണ് മാന്ദ്യം സംഭവിക്കുന്നതും, നമ്മുടെ ബലിജീവിതത്തിലാണ് കുറവുകൾ ഉണ്ടാകുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആത്മശോധന ചെയ്താൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ അനുദിന ജീവിതത്തെ ആത്മശോധന ചെയ്തിട്ട് ഇന്ന് ഈ ദിവസം എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ബലി കഴിച്ചത്? എനിക്ക് സന്തോഷം തരാമായിരുന്ന, എനിക്ക് സുഖം തരാമായിരുന്ന, എൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിൽ എനിക്ക് കിട്ടാമായിരുന്ന മനോസന്തോഷത്തെ എന്താണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ബലി കഴിച്ചത്? ആ ബലി ജീവിതത്തിലേക്ക് നമ്മൾ ഉയരുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിലല്ല നിലനിൽക്കുന്നത്. എവിടെയൊക്കെയോ അവിശ്വസ്തത നമ്മെ ഭരിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ഹൃദയ കാഠിന്യം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആദ്യം മുതൽ മോശ അവർക്ക് ഭാര്യ ഉപേക്ഷിക്കാൻ നിയമം ഉണ്ടാക്കിയതിന് കാരണം വേറൊന്നുമല്ല, ഹൃദയകാഠിന്യ നിമിത്തമാണ്. അല്ലാതെ ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഹൃദയകാഠിന്യം നിമിത്തം സ്നേഹത്തിന് മങ്ങലേൽക്കുന്നു. സ്നേഹത്തിന്റെ ഉടമ്പടിക്ക് വീഴ്ചയുണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമാണ്. നമുക്ക് ആത്മശോധന ചെയ്യുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും, കർത്താവേ, നിന്റെ പരിശുദ്ധമായ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഒരു ബലിയായി തീരാൻ എൻ്റെ കുടുംബത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ എനിക്ക് തമ്പുരാനോടുള്ള ബന്ധത്തിലൊക്കെ ഒരു ബലി ജീവിതം നയിക്കാനുള്ള കൃപ ഈ ബലിയിലൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ പ്രത്യേക മാധ്യസ്ഥവും തേടി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.